നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടപടിയെടുത്തില്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പാഴ്വേല. പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. എംബോക്സിന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാക്സിൻ ഒരുങ്ങുന്നു. പ്രതീക്ഷയോടെ ആരോഗ്യമേഖല. സീറോ മലബാർ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഇന്ന് പാലായിൽ തുടക്കം. എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇന്ത്യയുടെ നയമെന്ന് പോളണ്ട് സന്ദർശനത്തിൽ മോദി. ഇറാനിൽ പെസഷ്കിയാൻ മന്ത്രിസഭയെ പൂർണ്ണമായി അംഗീകരിച്ച പാർലമെന്റ്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇത് ആദ്യം. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുക്കുവാൻ സാധിക്കുമെന്ന് സർക്കാർ അറിയിക്കണമെന്നും സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കുവാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശിച്ചു. മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് ഗുരുതര കുറ്റങ്ങളിൽ എന്ത് നടപടിയെടുക്കുവാൻ സാധിക്കുമെന്ന് അറിയിക്കാനും സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടു. നടപടി എടുത്തില്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചത് ഉൾപ്പെടെയുള്ളവ പാഴ്വേലയാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ലൈംഗിക അതിക്രമം ഉൾപ്പെടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ക്രിമിനൽ നടപടി ആരംഭിക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ പൊതുപ്രവർത്തകൻ പായിച്ചറ നവാസ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി വനിതാ കമ്മീഷനെയും കക്ഷി ചേർത്തു. ബലാത്സംഗം, ലൈംഗിക താൽപര്യങ്ങൾക്ക് വഴങ്ങാത്തതിന് വിവേചനം തുടങ്ങിയവ ഉൾപ്പെടെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങളും കുറ്റങ്ങളും കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മൊഴികൾ നൽകിയവർക്ക് മുന്നോട്ടു വരാൻ പറ്റാത്ത സാഹചര്യമാണ്. കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല. സർക്കാരിന്റെ ധർമ്മസങ്കടം മനസ്സിലാകും. എന്നാൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. അതേസമയം ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷനല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനാണ് കമ്മിറ്റി വെച്ചത്. ഇതിൽ മൊഴി നൽകിയവർക്ക് മുന്നോട്ടു വരാൻ പറ്റാത്ത അവസ്ഥയാണ്. കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല. അത് അവരെ ബുദ്ധിമുട്ടിലാക്കും. എല്ലാ പേരുകളും രഹസ്യമാണ്. സർക്കാരിന്റെ പക്കലും പേരുകളില്ല. എന്നാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ടു വന്നാൽ നിയമ നടപടി എടുക്കാനാവുമെന്നും സർക്കാർ വ്യക്തമാക്കി. സെപ്റ്റംബർ 10 കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. കേസെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ വിശദമായ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗത്തിന് പരിഹാരമായ DBS സർജറി വിജയകരമായി പൂർത്തിയാക്കി കാരിത്താസ് ആശുപത്രി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. തലച്ചോറിൽ മനുഷ്യന്റെ ചലനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന ഡോപാമിൻ കോശങ്ങളുടെ തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം പിടിപെടുന്നത്. പാർക്കിൻസൺസ് രോഗത്തിലേക്ക് നയിക്കുന്ന മൂലകാരണം ശാസ്ത്രലോകത്തിന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ സാഹചര്യത്തിലാണ് സങ്കീർണതകൾ നിറഞ്ഞ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറി കാരിത്താസ് ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. കൈകാലുകളുടെ വിറയൽ, വേഗതക്കുറവ്, ബലം പിടുത്തം ഉണ്ടാവുക തുടങ്ങിയവയാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ഓരോ രോഗികളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് മരുന്നിനോട് പ്രതികരിക്കാത്ത വിറയലാണ് പ്രശ്നമാകുന്നതെങ്കിൽ ചിലർക്ക് വേദനക്കുറവ് മൂലമാകും ബുദ്ധിമുട്ട്. രോഗലക്ഷണങ്ങൾ ശരീരത്തിന്റെ ഒരു വശത്ത് തുടങ്ങി ക്രമേണ മറുവശത്തേക്കും പിന്നീട് നടക്കുമ്പോൾ നിന്നുപോവുക, വീഴ്ചകൾ, ഓർമ്മക്കുറവ് മുതലായ ലക്ഷണങ്ങളായും കാണാം. ഇപ്പോൾ ലഭ്യമായ ചികിത്സാ രീതികളെല്ലാം രോഗലക്ഷണങ്ങൾ നിയന്ത്രിച്ച് ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ലക്ഷ്യമിടുന്നു. ഒരു പ്രത്യേക ദൈർഘ്യം കഴിയുമ്പോൾ മരുന്ന് ചികിത്സ കൊണ്ട് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാനും വിറയൽ നിർത്താനും മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിൽ നിർത്താനും സാധിക്കില്ല. ഈ സമയത്ത് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സാ രീതിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS. DBS ചെയ്യുന്നത് കൊണ്ട് രോഗലക്ഷണങ്ങൾ കുറയുകയും തന്മൂലം കാര്യങ്ങൾ ചെയ്യുന്നതിന് എളുപ്പമാവുകയും ചെയ്യും. തലച്ചോറിൽ 2 ഇലക്ട്രോഡ് ന്യൂറോ സർജറി വിദഗ്ധരുടെ സഹായത്തോടെ വെക്കുകയും ശേഷം അത് നെഞ്ചിൽ തൊലിക്കടിയിൽ വയ്ക്കുന്ന ബാറ്ററിയുമായി ഘടിപ്പിക്കുകയും ചെയ്യും. ഈ ബാറ്ററിയിലെ ചെറിയ വൈദ്യുതി ഉപയോഗിച്ചാണ് രോഗലക്ഷണ നിയന്ത്രണം ലക്ഷ്യമിടുന്നത്. ബാറ്ററിയുടെ മോഡൽ അനുസരിച്ച് 6 മുതൽ 15 വർഷം വരെ ഉപയോഗിക്കാനാകും. പാർക്കിൻസൺസ് രോഗത്തിന് മാത്രമല്ല, അപസ്മാര രോഗം, ഡിസ്റ്റോണിയ മുതലായ രോഗങ്ങൾക്കും DBS ഉപയോഗിച്ചു വരുന്നു. കാരിത്താസ് ആശുപത്രി ന്യൂറോ രോഗങ്ങളുടെ വിദഗ്ധ ചികിത്സകളെല്ലാം കോട്ടയത്ത് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി DBS സർജറി ചികിത്സ ആരംഭിക്കുകയും ആദ്യ സർജറി വിജയകരമായി ജൂണിൽ പൂർത്തിയാക്കുകയും ചെയ്തു. തിരുവനന്തപുരം കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഈ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയായി കാരിത്താസ് മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഇപ്രകാരമുള്ള പുതിയ ചികിത്സാ രീതികൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന്
കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു. തലച്ചോറിന്റെ ഒരു തേയ്മാന രോഗമാണ്, അതായത് ഒരു ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസീസ് ആണ്. നമ്മൾ അൽഷിമേഴ്സ് ഡിമെൻഷ്യ നമുക്കെല്ലാം പരിചയമുള്ള വാക്കാണ്. അതൊരു ഓർമ്മയുടെ സെല്ലിന്റെ തേയ്മാനം ആകുമ്പോൾ ഇത് നമ്മുടെ മൂവ്മെന്റിന്റെ സെൽസിന്റെ തേയ്മാനം വരുന്നതാണ് ഈ പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗത്തിന് പ്രധാനമായിട്ടുണ്ടാവുന്ന പ്രോബ്ലം കൈക്ക് വിറയല്, നടക്കാൻ സ്ലോ ആവുക, സ്പീഡ് കുറയുക, ബാലൻസ് ഇല്ലായ്മ വരിക, എപ്പോഴും വീഴുക. ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന സിംറ്റംസ്. യൂഷ്വലി ഒരു 50-60 വയസ്സാകുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. സർജറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് തലച്ചോറിൽ ചെറിയ 2 ഇലക്ട്രോഡുകൾ, അതായത് റീഫിലിനേക്കാൾ ചെറുതായ സൈസിലുള്ള 2 ഇലക്ട്രോഡ് നമ്മൾ ബ്രെയിനിൽ പ്ലേസ് ചെയ്തതിനു ശേഷം നെഞ്ചിൽ ഘടിപ്പിക്കുന്ന ഒരു ബാറ്ററിയിൽ നിന്ന് ചെറിയ തോതിൽ വൈദ്യുതകിരണങ്ങൾ തലച്ചോറിലേക്ക് പാസ് ചെയ്യും. ഈ വൈദ്യുതകിരണങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ രോഗലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഓൺ ആൻ ആവറേജ് പേഷ്യൻസിന്റെ ജീവിതചര്യ, അതായത് ജീവിത സുഖം, അതായത് രോഗലക്ഷണങ്ങളിൽ നിന്ന് 60-70% വരെ ഗുണം കിട്ടുകയും മിക്ക ആൾക്കാർക്കും അവരെന്താണോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് രോഗം വരുന്നതിന് മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ആക്ടിവിറ്റീസ് കുറച്ചു കാലത്തേക്കെങ്കിലും നന്നായി ചെയ്യുവാനും സാധിക്കും. അപ്പോ ഇപ്പൊ വിറയൽ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിറയൽ ഏകദേശം 90% മാറിക്കിട്ടണം. 90% വിറയൽ മാറുക എന്ന് പറഞ്ഞാല് നമ്മൾ ദൈനംദിനം ചെയ്യുന്ന വെള്ളം കുടിക്കുക, ഷേവ് ചെയ്യുക, അതുപോലെ തന്നെ ജോലി ചെയ്യുക, എഴുതുക മുതലായ കാര്യങ്ങൾ വളരെ എളുപ്പമാവുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ DBS സർജറി നമ്മളൊരു ടീം വർക്കാണ്. സാർ പറഞ്ഞതുപോലെ കാരിത്താസിലാണ് നമ്മൾ കഴിഞ്ഞ ജൂൺ മാസം 9-ാം തീയതി ആദ്യമായി ഒരു പേഷ്യന്റ് ഈ സർജറി ചെയ്തു. 2 മാസം നമ്മൾ പേഷ്യന്റിന്റെ റിക്കവറി നോക്കിയായിരുന്നു. പേഷ്യന്റിന് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ WCCയും ഉയർത്തി. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺക്ലേവ് തെറ്റാണെന്ന് VD സതീശൻ പറഞ്ഞു. റിപ്പോർട്ട് 4.5 വർഷം മറച്ചുവെച്ച മുഖ്യമന്ത്രി ചെയ്തത് കുറ്റകരമായ കാര്യമാണ്. ഗുരുതരമായ കുറ്റം സർക്കാർ ചെയ്തുവെന്നും VD സതീശൻ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണ്. ഇരകളായ സ്ത്രീകളെ ചേർത്ത് പിടിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. കേസെടുക്കാൻ പറ്റില്ലെന്ന് ബെഹ്റയുടെ ഉപദേശം സർക്കാർ ആഗ്രഹിച്ചതാണ്. ബെഹ്റയല്ല കേസെടുക്കണോ വേണ്ടിയോ എന്ന തീരുമാനം അറിയിക്കേണ്ടത്. ഇരകളുടെ അഭിമാനം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നും സതീശൻ പറഞ്ഞു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. രാഷ്ട്രീയമായല്ല, സ്ത്രീ വിഷയമായിട്ടാണ് ഇതിനെ കാണുന്നത്. സർക്കാർ നടത്തുമെന്ന് പറയുന്ന കോൺക്ലേവ് തട്ടിപ്പാണ്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം തുടരുകയാണ് മലയാള സിനിമാ താരസംഘടനയായ അമ്മ. എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കാമെന്നാണ് സംഘടനയുടെ വിശദീകരണം. എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല. റിപ്പോർട്ട് പഠിച്ച് മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂവെന്നാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. സിനിമാ മേഖലയിലെ നല്ലതിനായി സർക്കാർ നടത്തുന്ന ഏതു നീക്കത്തിനും പിന്തുണയുണ്ടാകുമെന്നും സിദ്ദിഖ് പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ വിമൻ ഇൻ സിനിമ കളക്ടീവിന്റെ ആവശ്യം പരിഗണിച്ചാണ് 2017 നവംബർ 16-ന് സർക്കാർ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റി രൂപീകരിച്ചത്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തുവന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കി. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ ചെയ്യാൻ പോകുന്നത് ഈ ആരോപണ വിധേയരായ ആളുകളെയും ഇരകളെയും ഒരുമിച്ചിരുത്തി കോൺക്ലേവ് നടത്താൻ പോവാണ്. അത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞിരുന്നു. അത് തന്നെയാണ് WCC പറയുന്നത്. അവരാണ് ഈ വിഷയം, ഈ സിനിമാ രംഗത്ത് നടക്കുന്ന, തൊഴിലിടത്ത് നടക്കുന്ന ക്രൂരമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും ഈ ലഹരി ഉപഭോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. അവർ കൊടുത്ത മൊഴിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ അവർ കൊടുത്ത മൊഴി പെൻഡ്രൈവായി, തെളിവ് വാട്സപ്പ് മെസ്സേജായി, അവരുടെ മൊഴികളായി അവിടെ ഇരിക്കുകയാണ് സർക്കാരിന്റെ കയ്യിൽ. എന്നിട്ട് സർക്കാർ അതിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ഭാരതീയ ന്യായ സംഹിതയുടെ 199ാമത് വകുപ്പൊന്ന് വായിക്കണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ
അത് മറച്ചു വയ്ക്കാതെ അപ്പം തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ്, അന്വേഷണം നടത്തി കേസെടുക്കണമെന്നാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ്. ചെയ്തില്ലെങ്കിൽ സർക്കാർ 4.5 വർഷമായിട്ട് ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര ഈ തൊഴിലിടത്തിൽ നടന്നു എന്ന് സർക്കാരിന് അറിവ് കിട്ടിയിട്ടും അത് മറച്ചുവെച്ച് ചെയ്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയുടെ 199 വകുപ്പ് വഴി കുറ്റകരമായ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, അപകടകരമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ യഥാർത്ഥത്തിൽ വേട്ടക്കാരോടൊപ്പമാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 4.5 കൊല്ലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയും സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമാണ്, അത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ലൈംഗിക ചൂഷണത്തിന് ഇരയാവുന്ന ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തരുത്. അത് ആർക്കാ അറിയാൻ പാടുള്ളത്? നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയാം, എല്ലാവരും അല്ലേ. അതിജീവിത എന്നാണ് പറയുന്നത്, വടക്കേ ഇന്ത്യയിൽ നിർഭയ എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ സ്ഥലപ്പേര് പറയായിരുന്നു, ഇപ്പൊ സ്ഥലപ്പേര് പോലും പറയാൻ പാടില്ല. ഒരു തരത്തിലും ഇര ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല, അവരെ ബന്ധുക്കളെ പോലും പേര് പറയാൻ പാടില്ല. അത്രയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ഇന്ന് പാലായിൽ തുടക്കം. അരുണാപുരം അൽഫോൺസൈൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് പ്രധാന വേദികൾ. പ്രാതിനിധ്യ സ്വഭാവത്തോടെ അൽമായരും സമർപ്പിതരും വൈദികരും പങ്കെടുക്കുന്ന ഈ സഭായോഗത്തിലേക്ക് മൗണ്ട് സെന്റ് തോമസിൽ നടക്കുന്ന സിനഡിനിടയിലാണ് പിതാക്കന്മാർ എത്തിച്ചേരുന്നത് എന്നത് അസംബ്ലിയുടെ പ്രാധാന്യവും ഗൗരവവും വ്യക്തമാക്കുന്നതാണ്. സീറോ മലബാർ സഭയുടെ അടുത്ത 5 വർഷത്തിലേക്കുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാനുള്ള പഠനത്തിന്റെയും പ്രാർത്ഥനയുടെയും മഹനീയ മുഹൂർത്തത്തിനാണ് ഈ അസംബ്ലി വേദിയാവുക. ശാന്തമായി ഒഴുകുന്ന ഈ മീനച്ചിലാറിന്റെ തീരത്തുള്ള അൽഫോൺസൈൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇനി സീറോ മലബാർ സഭയുടെ ആഗോള വിശ്വാസികളുടെ പ്രതിനിധികൾ ഈ 4 ദിവസങ്ങൾ ഒരുമിച്ച് കൂടുന്നത്. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രാർത്ഥനയുടെയും പഠനത്തിന്റെയും നവീകരണത്തിന്റേതുമായ 4 ദിനങ്ങൾ. 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാല അൽഫോൺസൈൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് കൊടിയേറുമ്പോൾ സഭാവിശ്വാസികൾ എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയിലും ആകാംക്ഷയിലുമാണ്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇന്ന് പാലാ രൂപതയിൽ ഇവിടെ കൊടിയേറുന്നത്. ഏകദേശം 348 വിശ്വാസികളാണ്, പ്രാതിനിധ്യ സ്വഭാവമുള്ള ഈ ഒരു അസംബ്ലിയിൽ 348 വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. അതിൽ 80 വയസ്സിന് താഴെ പ്രായമുള്ള 50 മെത്രാന്മാരുണ്ട്, 35 മുഖ്യ വികാരി ജനറൽമാരും 74 വൈദിക പ്രതിനിധികളും 146 അൽമായരും 37 സമർപ്പിത സഹോദരിമാരും 7 ബ്രദേഴ്സും ഉൾപ്പെടെയാണ് ഈ 348 എന്ന ഈ ഒരു നമ്പറിലെത്തിയിരിക്കുന്നത്. 22-ന് ആരംഭിക്കുന്ന ഈ ഒരു സമ്മേളനം 25 ഞായറാഴ്ച രാവിലെയാണ് സമാപിക്കുക. 3 വിഷയങ്ങളാണ് ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. കാലോചിതമായ മാറ്റം സഭയിൽ കൊണ്ടുവരുന്നതിനും നവീകരണവും പ്രാർത്ഥനയും പഠനവും എല്ലാം അടിസ്ഥാനമാക്കി സീറോ മലബാർ വിശ്വാസികൾ ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയെ കാണുമ്പോൾ കേരള സഭ മുഴുവൻ വലിയൊരു പ്രതീക്ഷയിലാണ്. ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് കൂടുതൽ വാർത്തകൾ, വിശേഷങ്ങൾ ഇതേക്കുറിച്ച് നമുക്ക് കാണാം. സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രധാനപ്പെട്ട ഒരു കൂടിയാലോചന സമിതിയാണ് ഈ അസംബ്ലി. സഭയുടെ ഒരു പരിച്ഛേദം എന്ന് പറയാൻ സാധിക്കും. 35 രൂപതകളിൽ നിന്നും അതുപോലെ തന്നെ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും കൂടാതെ രൂപതകളാകാത്ത മൈഗ്രൻസ് കമ്മ്യൂണിറ്റികളുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 5 മണിക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ തുടക്കം കുറിക്കും. പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ആരാധന, അത് കഴിഞ്ഞ് റംസ പ്രാർത്ഥന, അതിനുശേഷമാണ് ഒത്തുകൂടൽ. നിങ്ങൾക്കറിയാവുന്ന പോലെ നാളെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത്. ഈ എപ്പിസ്കോപ്പൽ അസംബ്ലി സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പുരാതനമായിട്ടുള്ള പള്ളിയോഗത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള രീതിയാണ് ഇത് നടത്തപ്പെടുക. അഭിവന്യ മെത്രാന്മാർ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സന്നിഹിതരാണ്. വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് സഭാ സിനഡ് നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. സിനഡിൻ്റെ ഇടയ്ക്കാണ് സിനഡ് നിർത്തിവെച്ചിട്ട് ഈ അസംബ്ലിക്കായിട്ട് വരിക. 50ഓളം ബിഷപ്സ്,
ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ എല്ലാ രൂപതകളിൽ നിന്നും അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും പ്രതിനിധികളായിട്ടുള്ള വൈദികർ വരുന്നുണ്ട്. സമർപ്പിതരുടെ പ്രതിനിധികളുണ്ട്, അൽമായരുടെ പ്രതിനിധികളുണ്ട്. നീണ്ട ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. 2023 ജാനുവരിയിൽ വിഷയാവതരണ രേഖ പുറത്തിറക്കി. കലാനുസൃതമായിട്ടുള്ള നവീകരണം സാധ്യമാകുന്ന വിധത്തിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇത്തവണ എടുത്തിരിക്കുന്നത്. സഭയുടെ ദൗത്യവും അതോടൊപ്പം തന്നെ ജീവിതവും എങ്ങനെ കലാനുസൃതമായിട്ട് നവീകരണം നടത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നടക്കുക. വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണം, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അൽമായരുടെ പങ്കാളിത്തം, സാമുദായിക ശാക്തീകരണം എന്നീ ത്രിവിധ വിഷയങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുത്ത് ചർച്ചകൾക്ക് അതോടൊപ്പം തന്നെ നിഗമനങ്ങൾക്ക് സമയം നൽകുന്നത്. സീറോ മലബാർ സഭയുടെ ഈ ഒരു ജനറൽ അസംബ്ലിയിലെ മുഖ്യ ജനറൽ കോർഡിനേറ്ററും അതോടൊപ്പം തന്നെ പാലാ രൂപതയുടെ മുഖ്യ വികാരി ജനറലുമായ ഫാദർ ജോസഫ് തടത്തിലച്ചൻ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അച്ഛാ, തീർച്ചയായിട്ടും പാലാ രൂപതയ്ക്ക് ഒരു അംഗീകാരമാണ്, ഒപ്പം ഒരു വലിയ ഉത്തരവാദിത്വമാണ്. കാരണം സഭയുടെ വലിയ വളർച്ചയുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. നമുക്ക് ലോകമാസകലം രൂപതകളും സംവിധാനങ്ങളുമായി, അപ്പോൾ അതുകൊണ്ട് തന്നെ അംഗങ്ങൾ കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ രൂപതയുടെയും പ്രാതിനിധ്യം സിനഡ് പ്രത്യേകമായ നിയമം പാസ്സാക്കി ഒന്ന് റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 348 പേരാണ് ഇവിടെ എത്തുക. അവർക്കുള്ള റൂമുകൾ, മറ്റു ക്രമീകരണങ്ങൾ, ഇവിടുത്തെ ഇരിപ്പിടങ്ങൾ എല്ലാം റെഡിയായി, ബാഗുകളും ഫയലുകളും എല്ലാം തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. പാലാ രൂപതയുടെ അധ്യക്ഷൻ അഭിനന്ദിയ കല്ലറിങ്ങാട്ട് പിതാവ് ഓരോ കാര്യത്തിലും ഞങ്ങൾക്ക് വലിയ പിന്തുണയും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് വലിയ സന്തോഷം. പിതാവ് ഇപ്പോൾ സിനഡിലായിരുന്നു, ഇന്നിപ്പോൾ അഭിനന്ദിയ പൊളിപ്പിതാവിനോടൊപ്പം എത്തിയിട്ടുണ്ട്. മറ്റു പിതാക്കന്മാരും പുറകെ എത്തും. എങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ അച്ഛന്മാരും അവരുടെ കൂട്ടത്തിൽ നമ്മുടെ അൽമായരും ഒക്കെ കൂടി നല്ല ടീം വർക്ക്, ഇന്നലെ മിനിങ്ങാന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലും അതുപോലെ തന്നെ റൂമുകൾ റെഡിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പലിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഫാദർ ജോജു കല്ലിങ്ങലച്ചൻ നമ്മുടെ ഒപ്പം ചേരുകയാണ്. അച്ഛാ, നിങ്ങൾ കാണുന്നത് പോലെ സീറോ മലബാർ സഭയുടെ 5ാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്കായിട്ട് വേദിയും അംഗങ്ങളെല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. കാലാനുസൃതമായ ജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ, ഇതാണ് പ്രധാനമായ വിഷയം. ഈ വിഷയത്തിൽ 3 മറ്റ് വിഷയങ്ങളാണ് ഇതിനോട് ചേർന്ന് പഠനത്തിനും ചർച്ചയ്ക്കുമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണം ആദ്യത്തെ വിഷയം. രണ്ടാമത്തത് സുവിശേഷവൽക്കരണത്തിൽ അൽമായരുടെ സജീവമായ പങ്കാളിത്തം. 3ാമത്തെ വിഷയം സീറോ മലബാർ സമുദായ ശാക്തീകരണം. ഇതിനെക്കുറിച്ച് 1.5 വർഷം മുൻപ് തന്നെ ഇതിൻ്റെ മാർഗരേഖ ലീനൈവന്ത എന്ന് പറയും, അത് പുറത്തിറങ്ങി രൂപതകളിലും സന്യാസ സമൂഹങ്ങളിലും സംഘടനകളിലൊക്കെ അതിൻ്റെ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ടുകൾ തിരിച്ചു കിട്ടി. കഴിഞ്ഞ മാർച്ച് 31 കിട്ടി. തുടർന്ന് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പ്രവർത്തന രേഖ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റും ലബോറീസ് എന്നാണ് അതിന് പറയുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 ദിവസവും നമ്മളിവിടെ ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്ക് രൂപതകളിൽ നിന്ന്, സന്യാസ സമൂഹങ്ങളിൽ നിന്ന്, മറ്റ് പ്രതിനിധികളിൽ നിന്നൊക്കെ ആയിട്ട് 348 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, അഭിമന്യ പിതാക്കന്മാരുൾപ്പെടെ. കൂടാതെ കമ്മിറ്റി അംഗങ്ങൾ കുറേ പേര് ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലാ രൂപതയിലുള്ള അൽഫോൻസിയൻ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള സെന്റ് തോമസ് കോളേജും ഇതിന്റെ വേദി തന്നെയായിട്ട് വരുന്നുണ്ട്. ലോകത്തിന് പുതിയ ഭീഷണിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന എംപോക്സ് രോഗത്തിന് വാക്സിൻ കണ്ടുപിടിക്കുവാനുള്ള പരീക്ഷണം പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുകയാണെന്ന് കമ്പനി സിഇഒ അദാർ പുനേവാലെ. അടുത്തിടെയാണ് ഈ രോഗത്തെ ഏറെ സൂക്ഷിക്കേണ്ടതാണെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. ഏകദേശം 1 ഡസനിലധികം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുട്ടികളിലടക്കം എംപോക്സ് പടർന്നിട്ടുണ്ട്. ഇതിനുള്ള വാക്സിൻ ആവശ്യത്തിന് ലഭ്യമല്ല. ഈ സാഹചര്യത്തിലാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ആഗോളതലത്തിൽ ഭീതിയുയർത്തിയ എംപോക്സ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവന് ഭീഷണിയാണ്. ഇതാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി വാക്സിൻ നിർമ്മിക്കാൻ ഇറങ്ങിയത്. ഇതിന്റെ പരീക്ഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്.
1 വർഷത്തിനുള്ളിൽ തന്നെ മികച്ച ഒരു വാക്സിൻ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പുനെവാല പറഞ്ഞു. രോഗം പിടിപെട്ടവർ കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിലേക്ക് അടുത്ത ആഴ്ച തന്നെ അമേരിക്കയിൽ നിന്നുള്ള വാക്സിൻ എത്തുമെന്നാണ് വിദേശ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 30 ലക്ഷം ഡോസ് വാക്സിനാണ് കോങ്കോയ്ക്ക് ആവശ്യം. അമേരിക്കയ്ക്ക് പുറമെ ഡെൻമാർക്കും ജപ്പാനും എംപോക്സിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും വിമാനത്താവളത്തിലും അതിർത്തികളിലും കൃത്യമായ പരിശോധന വേണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ സഫ്ദർജംഗ് ആശുപത്രി, റാം മനോഹർ ലോഹ്യ ആശുപത്രി, ലേഡി ഹാർഡിംഗെ ആശുപത്രി എന്നിവിടങ്ങളിൽ എംപോക്സ് പിടിപെട്ടവരെ ചികിത്സിക്കാൻ പ്രത്യേക ക്വാറന്റീൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെടെ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിതെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. തീവ്രത കുറവാണെങ്കിലും 1980-ൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ മന്ത്രിസഭയെ പൂർണ്ണമായി അംഗീകരിച്ച ഇറാൻ പാർലമെന്റ്. 2001 ശേഷം ആദ്യമായാണ് ഒരു ഇറാൻ പ്രസിഡന്റിന്റെ ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളെയും അംഗീകരിക്കപ്പെടുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന വോട്ടെടുപ്പിലാണ് 19 അംഗങ്ങളും അംഗീകരിക്കപ്പെട്ടത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായി അബ്ബാസ് ചുമതലയേറ്റു. 2015-ൽ ലോകശക്തികളുമായി ആണവ കരാർ ചർച്ചയിൽ ഉൾപ്പെട്ട ഇറാനിയൻ ചർച്ചാ സംഘത്തിലെ അംഗം കൂടിയായിരുന്നു അബ്ബാസ്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ അസീസ് നസീർ സദയെ ഇറാന്റെ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചു. 288 പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് 281 വോട്ടുകൾ നേടിയാണ് അസീസ് വിജയിച്ചത്. 2018 മുതൽ 2021 വരെ ഇറാനിയൻ വ്യോമസേന മേധാവിയായി അസീസ് പ്രവർത്തിച്ചിട്ടുണ്ട്. 231 വോട്ടുകൾ നേടിയ ഫർസാനെ സദേഗാണ് ക്യാബിനറ്റിലെ ഏക വനിതാ മന്ത്രി. ഭവന റോഡ് മന്ത്രിയായി നിയമിക്കപ്പെട്ട ഫർസാനെ ഈ പതിറ്റാണ്ടിലെ ആദ്യത്തെ വനിതാ മന്ത്രിയാണ്. നിർദ്ദിഷ്ട മന്ത്രിമാരെ ഒഴിവാക്കുന്നത് ഇറാൻ പാർലമെന്റിലെ സാധാരണ രീതിയായിരുന്നു. നേരത്തെ തന്റെ എല്ലാ മന്ത്രിമാർക്കും വിശ്വാസ വോട്ട് ലഭിച്ച പ്രസിഡന്റ് മുഹമ്മദ് ഖത്താമിയായിരുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് ഇറാനിൽ ഇടക്കാല പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നത്. 16.3 ദശലക്ഷം വോട്ടുകൾ നേടിയാണ് പെസഷ്കിയാൻ വിജയിച്ചത്. തിബ്രീസിനെ പ്രതിനിധീകരിച്ച് 2008 മുതൽ പാർലമെന്റിലേക്ക് വിജയിച്ച നേതാവാണ് പെസഷ്കിയാൻ. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ്, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സയീദ് ജലീലി, സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുസ്തഫ പൗർ മുഹമ്മദി എന്നിവരായിരുന്നു മത്സര രംഗത്തുണ്ടായത്. നേരത്തെ പ്രമുഖരായ പലരും പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരല്ലെന്ന് ഗാർഡിയൻ കൗൺസിൽ കണ്ടെത്തിയിരുന്നു. എല്ലാ രാജ്യങ്ങളുമായും അകലം പാലിക്കുക എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ നയമെന്നും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ രാജ്യങ്ങളുമായും അടുത്ത ബന്ധം പുലർത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നയമെന്നും ഇന്നത്തെ ഇന്ത്യ എല്ലാവരുമായും ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പോളണ്ടിലെത്തിയ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഇന്നത്തെ ഇന്ത്യ എല്ലാവരുടെയും ഒപ്പമാണ്, എല്ലാവരുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ലോകമിന്ന് ഇന്ത്യയെ എല്ലാവരുടെയും സുഹൃത്തായി കണ്ട് ബഹുമാനിക്കുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു. 1970-ലെ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ചേരിചേരാ നയത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ബുധനാഴ്ചയാണ് നരേന്ദ്രമോദി പോളണ്ടിലെത്തിയത്. 45 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തുന്നത്. 1979-ൽ മൊറാർജി ദേശായിയാണ് ഇതിനു മുമ്പ് പോളണ്ട് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയും പോളണ്ടുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് തന്റെ സന്ദർശനത്തിനു മുമ്പ് മോദി എക്സിൽ കുറിച്ചിരുന്നു. പോളണ്ടിൽ നിന്ന് യുക്രൈനിലേക്ക് പോകുന്ന അദ്ദേഹം പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണുമെന്നാണ് വിവരം. സാമ്പത്തികം, വാണിജ്യബന്ധം, കൃഷി, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഫാർമസ്യൂട്ടിക്കൽ, പ്രതിരോധം, ഉഭയകക്ഷി ബന്ധം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും മോദിയും സെലൻസ്കിയും സമഗ്രമായ ചർച്ചകൾ നടത്തുക. റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഒത്തുതീർപ്പിനായുള്ള വാദവും യുക്രൈന് മുന്നിലേക്ക് ഇന്ത്യ വെക്കാൻ സാധ്യതയുണ്ട്. ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ വെച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടിക്കിടെയും ഇവർ കണ്ടുമുട്ടി.
ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് സന്ദർശനം. ജസ്ന തിരോധാന കേസിൽ മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് പിന്നാലെ നുണപരിശോധന നടത്താനൊരുങ്ങി CBI സംഘം. ആവശ്യമെങ്കിൽ ലോഡ്ജ് ഉടമയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കും. കഴിഞ്ഞ ദിവസം CBI ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 2.5 മണിക്കൂറോളം സമയമെടുത്താണ് ജീവനക്കാരുടെ വിശദമായ മൊഴിയെടുത്തത്. പറയാനുള്ളതെല്ലാം CBIയോട് പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തൽ നടത്താൻ വൈകിയതിൽ കുറ്റബോധമുണ്ടെന്നും ലോഡ്ജിലെ മുൻ ജീവനക്കാരി പ്രതികരിച്ചിരുന്നു. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടെന്നായിരുന്നു മുൻ ജീവനക്കാരി ദിവസങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയത്. അന്നൊരു യുവാവ് ജസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നതായും പിന്നീട് പത്രത്തിൽ ഫോട്ടോ കണ്ടതോടെയാണ് ജസ്നയെ തിരിച്ചറിഞ്ഞതെന്നും ജീവനക്കാരി പറഞ്ഞിരുന്നു. ഇക്കാര്യം പുറത്തു പറയരുതെന്ന് ലോഡ്ജ് ഉടമ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ജീവനക്കാരിയുടെ ആരോപണം. അതേസമയം തന്നോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമാണ് മുൻ ജീവനക്കാരി ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നായിരുന്നു ലോഡ്ജ് ഉടമയുടെ പ്രതികരണം. നേരത്തെ പോലീസിനോടും ഈ ജീവനക്കാരി ഇതേ മൊഴിയാണ് നൽകിയിരുന്നത്. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ ഇതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പോലീസും സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ സത്യമാണോ, ആണെങ്കിൽ ഇവിടെ എത്തിയ ജസ്ന പിന്നെ എവിടേക്കു പോയി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും CBI അന്വേഷിക്കുക. ലോഡ്ജിലും പരിസരങ്ങളിലും 2018 CCTV ക്യാമറകൾ കുറവായതിനാൽ അന്വേഷണത്തിന് സഹായകമായ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കാഞ്ഞിരപ്പള്ളിയിലെ കോളേജിൽ BCom 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്നയെ പത്തനംതിട്ട ജില്ലയിലെ വെച്ചുചിറ കൊല്ലമുളയിലെ വീട്ടിൽ നിന്ന് 2018 മാർച്ച് 22-നാണ് കാണാതാകുന്നത്. ജസ്ന എരുമേലിയിൽ നിന്ന് മുണ്ടക്കയം ബസ്സിൽ കയറിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ പിന്നീട് എവിടേക്കാണ് ജസ്ന പോയത് എന്നതിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അതുകഴിഞ്ഞ് CBIയുമാണ് കേസ് അന്വേഷിച്ചത്. ജസ്നയെ കണ്ടെത്താൻ ഇന്റർപോൾ മുഖേന CBI 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള സെൻസസ് അടുത്ത മാസം ആരംഭിച്ചേക്കും. സെൻസസ് പൂർത്തിയാക്കാൻ 18 മാസം വേണ്ടിവരുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 2026 മാർച്ചിൽ സെൻസസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സെൻസസ് നടത്തുന്നതിനുള്ള സമയക്രമം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയവും തയ്യാറാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ ഈ സമയക്രമം സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സെൻസസ് വൈകുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. 2021 പൂർത്തിയാക്കേണ്ട സെൻസസ് കണക്കുകൾ ഇല്ലാത്തതിനാൽ ഇപ്പോഴും കണക്കാക്കുന്നത് 2011 ഡാറ്റയാണ്. അതിനാൽ തന്നെ സർക്കാർ പുറത്തിറക്കുന്ന പല കണക്കുകൾക്കും വിശ്വാസ്യത ഇല്ലെന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2019 മാർച്ചിൽ പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 2021 സെൻസസ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. സെൻസസ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായ ഹൗസ് ലിസ്റ്റിംഗ് 2020 ഏപ്രിൽ 1 മുതൽ നടത്തി സെപ്റ്റംബർ 30 മുമ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരുന്നത്. COVID-19 വ്യാപനം തുടങ്ങുകയും മാർച്ച് 22 ലോക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സെൻസസ് പ്രവർത്തനങ്ങളും അവതാളത്തിലായി. 2021 ഫെബ്രുവരി 9 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചെങ്കിലും അതും നടന്നില്ല. ആർജിക്കർ ആശുപത്രിയിലെ പുതിയ പ്രിൻസിപ്പൽ അടക്കം 3 പേരെ പിരിച്ചുവിട്ട് ബംഗാൾ സർക്കാർ. ജോലിയിൽ പ്രവേശിച്ച 10 ദിവസത്തിനകമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുഹൃത പോളിനെ പിരിച്ചുവിട്ടത്. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷ് രാജിവെച്ചതിനെ തുടർന്ന് 12-ാം തീയതിയാണ് സുഹൃത ചുമതലയേൽക്കുന്നത്. സുഹൃതയ്ക്ക് പുറമെ വൈസ് പ്രിൻസിപ്പളും ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായ ബുൾബുൾ മുഖോപാധ്യയെ ഹൃദ്രോഗ വകുപ്പ് മേധാവി അരുണാബ ദത്ത ചൌധരിയെ പിരിച്ചുവിട്ടു. PG ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിൽ ഒരു കൂട്ടം ആളുകൾ ഈ മാസം 15-ന് ആശുപത്രിയിൽ അതിക്രമം നടത്തിയിരുന്നു. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയിലുണ്ടായിരുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം സ്വസ്ഥ ഭവനിലേക്ക് വിദ്യാർത്ഥികളും റെസിഡന്റ് ഡോക്ടർമാരും മാർച്ച് നടത്തിയിരുന്നു. ആരോഗ്യവകുപ്പുമായി നടത്തിയ ചർച്ചയിൽ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ തുടങ്ങി ആശുപത്രി അടിച്ചു തകർത്ത സമയത്തുണ്ടായിരുന്ന അധികാരികളെ പിരിച്ചുവിടണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം പ്രതിഷേധക്കാരുടെ ആവശ്യപ്രകാരം കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പ്രിൻസിപ്പൽ ചുമതലയിൽ നിന്നും സന്ദീപ് ഘോഷിനെ നീക്കം ചെയ്തു. ആർജിക്കർ ആശുപത്രിയിൽ നിന്നും രാജിവെച്ചതിനു പിന്നാലെ
സന്ദീപ് ഘോഷ് നാഷണൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായി ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. ആർജിക്കാർ ആശുപത്രിയിൽ പുതിയ പ്രിൻസിപ്പലായി മനാസ് ബന്ദോപാധ്യായ് ചുമതലയേൽക്കും. നേരത്തെ ബരാസത്ത് മെഡിക്കൽ ആശുപത്രിയിലെ പ്രിൻസിപ്പലായിരുന്നു മനാസ്. ബുൾബുൾ മുഖോപാധ്യായ്ക്ക് പകരം സപ്തർഷി ചാറ്റർജി ചുമതലയേൽക്കുമെന്നും ഉത്തരവിൽ സൂചിപ്പിക്കുന്നു. അതിനിടെ ദില്ലിയിൽ സമരം നടത്തുന്ന ഡോക്ടർമാർക്ക് ഡ്യൂട്ടിയിൽ തിരികെ കയറാൻ അടിയന്തര നിർദ്ദേശം. ദില്ലി എയിംസ് അധികൃതരാണ് ഡോക്ടർമാരോട് എത്രയും വേഗം ഡ്യൂട്ടിയിൽ തിരികെ കയറണമെന്നും അല്ലാത്ത പക്ഷം കർശന നടപടിയെടുക്കുമെന്നും താക്കീത് നൽകിയത്. ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് ഡോക്ടർമാർ പ്രതികരിച്ചു. അതേസമയം രാജ്യതലസ്ഥാനത്തെ മറ്റ് ആശുപത്രികളിൽ റെസിഡന്റ് ഡോക്ടർ സമരം തുടരുകയാണ്. കൊൽക്കത്ത കൊലപാതകത്തെ തുടർന്ന് രാജ്യതലസ്ഥാനത്തും ശക്തമായ സമരമാണ് റെസിഡന്റ് ഡോക്ടർമാർ തുടരുന്നത്. ഇരയ്ക്ക് നീതി എന്ന മുദ്രാവാക്യത്തോടൊപ്പം ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ അടിയന്തര നിയമനിർമ്മാണവുമെന്ന ആവശ്യവും ദില്ലിയിൽ ഡോക്ടർമാർ ഉയർത്തിയിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക.